കൂടെയായിരിക്കലാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക, ഒപ്പം സഹോദരങ്ങളുടെ കൂടെയും ആയിരിക്കുക. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനുമായി പോയി രമ്യതയിലാകണം. ദൈവത്തോടുള്ള രമ്യത, ഒപ്പം സഹോദരങ്ങളോടുമുള്ള രമ്യത. കൂടെയായിരിക്കലാണ് പ്രാർത്ഥനയെങ്കിൽ ഇതാ നാഥനോടൊപ്പം ഒരു പ്രാർത്ഥനയുടെ നിമിഷമാണ്. ഈ സമയം നമുക്ക് നമ്മുടെ ബാല്യകാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാം. ഓരോരുത്തരുടെയും ബാല്യം വിശുദ്ധമാണ്, അത് അശുദ്ധമാകാതെ നോക്കണം. ഓരോരുത്തരുടെയും ബാല്യം ആരോഗ്യം നിറഞ്ഞതാണ്, അത് രോഗം വരാതെ കാത്തു സൂക്ഷിക്കണം. ഇന്നത്തെ ബാല്യത്തിൻ്റെ വിശുദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് കുട്ടികളുടെ ആരോഗ്യം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വിശുദ്ധിയും ആരോഗ്യവും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പരമ്പര വിശുദ്ധമാവണം. അപ്പൻ്റെ പരമ്പരയിൽ വിശുദ്ധിയും ആരോഗ്യവും ഉണ്ടാകണം. അമ്മയുടെ പരമ്പരയിൽ വിശുദ്ധിയും ആരോഗ്യവും ഉണ്ടാകണം. അപ്പൻ തോന്നിവാസം ജീവിച്ചാൽ, അമ്മ ദുഷിച്ചു പോയാൽ, അവരിലൂടെ കുട്ടികളിലേക്ക് വരുന്ന കോടാനുകോടി രോഗങ്ങൾ, അനന്തകോടി രോഗാണുക്കൾ, ഇതിനൊന്നും ദൈവം ഉത്തരവാദിയല്ല. ഇതിനെല്ലാം കാരണക്കാര് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് നമുക്കൊന്നുകൂടി വീണ്ടും വിചാരപ്പെടാം, വിശുദ്ധരായി ജീവിക്കാം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അത് നമ്മളെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ ശീലങ്ങളെന്ന് കരുതി ജീവിച്ചു പോയ ദുശീലങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ശീലിച്ചു തുടങ്ങിയാൽ ആ ഒരു തലമുറയെ നയിക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ ബാല്യം. അമ്മമാര് നമ്മളെ വളർത്തി ഒരുപാട് പഠിപ്പിച്ചു. ഈശോ എന്നുള്ള പേര് നമുക്ക് പറഞ്ഞു തന്നത് അമ്മയാണ്. ആ അമ്മയെ നമുക്ക് ഓർക്കാം. കുട്ടികളെ വളർത്തേണ്ട അമ്മമാരുടെ കരങ്ങൾ ഒരിക്കലും മലിനപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മളെയൊക്കെ വളർത്തിയ അമ്മയുടെ കരങ്ങളെ ഒരിക്കലും നമുക്ക് തളർത്താതിരിക്കാം. മകൻ്റെ ശത്രുവാകരുത് മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ കണ്ണുനീരിന് കാരണമാകരുത് മക്കൾ. ഒരുമിച്ചായിരിക്കാം. നമ്മുടെയൊക്കെ വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ ഹിംസിക്കാനുള്ള ആയുധങ്ങളായി ഞാൻ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ചൈതന്യം, തേജസ് എല്ലൊന്നും ഇല്ലാതെ പോവുകയാണ്. ഹിംസിക്കാനല്ല, ജീവിപ്പിക്കാനാണ് ക്രിസ്തു എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലേക്ക് അയച്ചത്. അനേകർക്ക് ജീവന് കാരണമാകണം. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ ബാല്യകാലത്തിൻ്റെ വിശുദ്ധിയെ നമുക്കൊന്ന് ഓർക്കാം. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാം. അതിനുവേണ്ടി പരിശ്രമിക്കാം, ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. വെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി വെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകൂപ്പി നിന്ന ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകളാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. വളർന്നപ്പോൾ പല വഴിയിൽ നടന്നു കുരിശു വര ഞാൻ മറന്നുപോ. വളർന്നപ്പോൾ പല വഴിയിൽ നടന്നു കുരിശു വര ഞാൻ മറന്നുപോയി. സ്തുതികൾ ചൊല്ലിയ നാവിനാൽ പലരെ ദൂഷണം പറഞ്ഞു ഞാൻ പാപിയായി. തൂമഞ്ഞിൻ വെണ്മയും വിശുദ്ധിയും പോയി ഏറെ ഞാൻ നിന്നിൽ നിന്നകന്നു പോ, ഏറെ ഞാൻ നിന്നിൽ നിന്നകന്നു പോ. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കും
സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. നാഥനോടൊപ്പം സ്നേഹിക്കാൻ നമ്മെ സഹായിക്കുന്നില്ല എങ്കിൽ എല്ലാ പ്രാർത്ഥനകളും വ്യർത്ഥമാണ്. നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്ന ദൈവിക ശക്തിയാണ് സ്നേഹം. ആ പരമമായ സത്യത്തെ, ദൈവ സ്നേഹത്തെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം, അനുഭവിക്കാം. അപ്പോൾ നമ്മുടെ ബലഹീനതകൾ ബലമുള്ളതായിട്ട് മാറും. ഓരോരുത്തരുടെയും കുറവുകളെക്കുറിച്ച് അമിതമായ ഒരു ഉത്കണ്ഠ ആർക്കും വേണ്ട. ദൈവം തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഓരോരുത്തരും കുറവുകളുള്ളവരായിരുന്നു. കർത്താവിൻ്റെ കൂടെ അവരായിരുന്നു, കർത്താവ് അവരുടെ കൂടെയും ആയിരുന്നു. അവരുടെ കുറവുകളും ബലഹീനതകളും ഓരോ ദിവസവും പരിഹരിക്കപ്പെട്ടു കർത്താവിനാൽ, കർത്താവിൻ്റെ ഇടപെടലാൽ. അവർ വിശുദ്ധരായി മാറി. സഭയുടെ നേതൃത്വത്തിലേക്ക് പത്രോസ് വളർന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ക്രിസ്തുവിൻ്റെ ദൗത്യവുമായി ശിഷ്യന്മാർ യാത്ര ചെയ്തു. ഈശോ വിളിച്ചപ്പോൾ ഓരോരുത്തരും ബലഹീനരായിരുന്നു. പക്ഷേ ആ ബലഹീനതയെ കർത്താവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും സാന്നിധ്യത്താലും മാറ്റിയെടുക്കാൻ ശിഷ്യർക്ക് കഴിഞ്ഞു. നമുക്കും നമ്മുടെ ബലഹീനതകളും കുറവുകളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ശക്തിക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിപൂർണതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഞാനും നിങ്ങളുമൊന്നും മാലാഖമാരല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരുമല്ല, ഭൂമിയുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ചില കുറവുകളും ബലഹീനതകളുമുണ്ട്. ആ കുറവുകളെയും ബലഹീനതകളെയും സ്വർഗത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ പരിശ്രമിക്കാം. ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവായി ദൈവത്തോട് അനുഗ്രഹം യാചിക്കാം. സ്വർഗത്തിൻ്റെ മഹത്വം ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ. ഭൂമിയുടെ ബലഹീനതകൾ സ്വർഗത്തിൻ്റെ മഹത്വത്താൽ മാഞ്ഞു പോകട്ടെ. സ്വർഗരാജ്യം ഭൂമിയിൽ നിറയട്ടെ, എൻ്റെ കുടുംബത്തിൽ നിറയട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹഗായക വരുമോ നീ, പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ. സ്നേഹഗായക വരുമോ നീ, പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ. അപശ്രുതികൾ മാത്രം ഉണ
മാത്രം ഉണരുമീ വീണയിൽ ഒരു നവരാഗമായി ഉണർന്നിടുമോ സ്നേഹഗായക വരുമോ നീ പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ. നിൻ വസ്ത്രാഞ്ജല സ്പർശനം പോലുമെൻ സൗഖ്യനിദാനമെന്നറിയുന്നു ഞാൻ. നിൻ വസ്ത്രാഞ്ജല സ്പർശനം പോലുമെൻ സൗഖ്യനിദാനമെന്നറിയുന്നു ഞാൻ. പാവാന്തകാരത്താൽ അടഞ്ഞൊരൻ മിഴികളിൽ പാവാന്തകാരത്താൽ അടഞ്ഞൊരൻ മിഴികളിൽ വിരൽ തൊട്ടു വെളിച്ചം പകർന്നിടുമോ സ്നേഹഗായക വരുമോ നീ പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ. അലറും കടലിൽ ഉലയും തോണിയിൽ അമരക്കാരനായി വന്നിടുമോ അലറും കടലിൽ ഉലയും തോണിയിൽ അമരക്കാരനായി വന്നിടുമോ മനസ്സിനുള്ളിലെ കൂരിരുൾ നീക്കാൻ മനസ്സിനുള്ളിലെ കൂരിരുൾ നീക്കാൻ ഒരു മെഴുനാളം കൊളുത്തിടുമോ സ്നേഹഗായക വരുമോ നീ പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ. അപശ്രുതികൾ മാത്രം ഉണരുമീ വീണയിൽ അപശ്രുതികൾ മാത്രം ഉണരുമീ വീണയിൽ ഒരു നവരാഗമായി ഉണർന്നിടുമോ സ്നേഹഗായക വരുമോ നീ പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ. സ്നേഹഗായക വരുമോ നീ പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ. അപശ്രുതികൾ മാത്രം ഉണരുമീ വീണയിൽ അപശ്രുതികൾ മാത്രം ഉണരുമീ വീണയിൽ ഒരു നവരാഗമായി ഉണർന്നിടുമോ സ്നേഹഗായക വരുമോ നീ പാഴ്മുളം തണ്ടിൽ ശ്രുതി മീട്ടുവാൻ.
ദൈവമേ, എൻ്റെ ശക്തിയായി അങ്ങ് മാറുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ വിളിച്ചിരിക്കുന്നതും തിരഞ്ഞെടുത്തിരിക്കുന്നതും നല്ല ഫലം പുറപ്പെടുവിക്കാനാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ബലഹീനതകളിൽ ധാരാളം ശക്തിയും ചൈതന്യവും അങ്ങ് തരും എന്നെനിക്കറിയാം. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് ഞാനൊന്ന് പുറത്തു വന്ന് മറ്റുള്ളവരുടെ വേദന കാണുകയും അവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ആകാൻ എന്നെ അനുവദിക്കുകയും ചെയ്യണമേ. എന്നെ ഒരുക്കാൻ, വെട്ടിയൊരുക്കാൻ നീ നൽകുന്ന ഓരോ അനുഭവവും ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. കൂടുതൽ ഫലം കായ്ക്കാനാണ്, ഫലം നൽകാനാണ് വെട്ടിയൊരുക്കുന്നത് എന്ന് എനിക്ക് അറിയാം. ആ തിരിച്ചറിവിൽ എന്നും അങ്ങയോട് ചേർന്നിരിക്കാൻ, പരാതി പറയാതെ, പരിഭവം പറയാതെ, സർവശക്തനായ അങ്ങയോട് ചേർന്നിരിക്കാൻ, എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ കുറവുകളിൽ എന്നും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ നല്ല ഈശോയോട് ചേർന്നിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോ